വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. SCRT പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കെമിസ്ട്രിയുടെ റിവിഷനാണ് ഇന്ന് നമ്മൾ തുടങ്ങണേ. അപ്പൊ ബയോളജി 2 ദിവസം കൊണ്ട് മനുഷ്യ ശരീരവും അങ്ങനെയുള്ള കാര്യങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചൂലേ. ഇനി കെമിസ്ട്രി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റം, അതുപോലെ തന്നെ തന്മാത്ര, അയിരുകള്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഒരു നിശ്ചിത പാതയിലൂടെ എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണത്തിന്റെ പേര് എന്താണ്? ഇലക്ട്രോൺ എന്നാണ്. എന്താണ് കണത്തിന്റെ പേര്? ഇലക്ട്രോൺ എന്നാണ്. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32 എത്രയാണ്? 32. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, ആറ്റത്തിലെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജായ പ്രോട്ടോണും മറ്റ് ഏത് കണവും കൂടിയാണുള്ളത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസില് പ്രോട്ടോണും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂട്രോൺ ആണ്. അടുത്തത് നോക്കൂ, മെന്റലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു? മെന്റലിയഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മെന്റലിയഫ് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിഗൺ ആണ്. ആരാണ്? മില്ലിഗൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.67 ഇൻറ്റു 10⁻⁻27 kg. ഇതാണ് പ്രോട്ടോണിന്റെ മാസ്. പഠിക്കുക, 1.67 ഇൻറ്റു 10⁻⁻27 kg ആണ് എന്തിന്റെ മാസ്? പ്രോട്ടോണിന്റെ മാസ്. ഇനി അടുത്തത്, ഒരാറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇത് ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജ് ഉള്ള കണത്തിന്റെ പേര് എന്താണ്? പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണം. ഇനി അടുത്തത് നോക്കൂ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ എന്ത് വിളിക്കുന്നു? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, ഐസോടോപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്താണ് ഐസോടോപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം? ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. മോൾ ദിനം എന്നാണ്. ഒക്ടോബർ 23 മോൾ ദിനം. ഒക്ടോബർ 23 മോൾ ദിനം എന്ന് പറയുന്നത്. ഒരാറ്റത്തിന്റെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഒരാറ്റത്തിന്റെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഫോസിലുകളുടെ, ജൈവവസ്തുക്കളുടെ എന്നിവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? കാർബൺ 14. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിക്ക് കാർബൺ 14 എന്ന് വിളിക്കുന്നു. അടുത്തത് നോക്കൂ, പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്.
അടുത്തത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ആരാ കണ്ടെത്തിയേ? നീൽസ് ബോർ ആണ്. ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ മക്കളെ? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആരാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്? റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. എന്തിന്റെയാണ്? ഇലക്ട്രോണുകളുടെ പ്രവാഹം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ എന്തു വിളിക്കുന്നു? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം എന്താണ്? ആറ്റോമിക നമ്പർ ആണ്. ഹീലിയം എന്ത് ആറ്റമാണ്? അതായത് ഏകാറ്റോമികമാണോ ദ്വയാറ്റോമികമാണോ അങ്ങനെ നമ്മൾ പറയില്ലേ? ഹീലിയം ഒരു ഏക ആറ്റോമിക തന്മാത്രയാണ്. ഹീലിയം ഒരു ഏക ആറ്റോമിക തന്മാത്രയാണ്. ഒരു ശുദ്ധ പദാർത്ഥത്തിൽ അതിന്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ചെറിയ കണികയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം അടങ്ങി ഏറ്റവും ചെറിയ കണിക എന്താണ്? തന്മാത്രയാണ് കേട്ടോ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഏതാണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കണോ? ന്യൂക്ലിയസ് എന്ന് വിളിക്കണോ? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്നാ വിളിക്കണേ. ഒരാറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്, ഒരാറ്റത്തിന് എപ്പോഴാ പോസിറ്റീവ് ചാർജ് ലഭിക്കുക? ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോ. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഒരാറ്റത്തിന് എന്ത് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ പ്രധാന അയിര് ഏതാണ്? ഇരുമ്പിന്റെ പ്രധാന അയിര് ഹേമറ്റൈറ്റ് ആണ്. ഇരുമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര് ഹേമറ്റൈറ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് കേട്ടോ. ഇനി അടുത്തത്, ഈയത്തിന്റെ അയിര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈയത്തിന്റെ അയിര് ഗലീന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈയത്തിന്റെ അയിര് ഗലീന എന്ന പേരിൽ അറിയപ്പെടുന്നു ട്ടോ. ഇനി അടുത്തത്, കലാമിൻ എന്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. കലാമിൻ എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് ട്ടോ. മോൺസ് പ്രക്രിയ എന്താണ്? പ്രോസസ്സിന്റെ പേര് മോൺസ് ട്ടോ. ഈ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു? മോൺസ് പ്രക്രിയ നിക്കൽ ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു ട്ടോ. ഇനി അടുത്തത്, ജിപ്സം. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം കാൽസ്യത്തിന്റെ ധാതുവാണ്. ജിപ്സം കാൽസ്യത്തിന്റെ ധാതുവാണ്. വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത് അയേൺ പൈറൈറ്റീസിനെയാണ്. അയേൺ പൈറൈറ്റീസ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നു ട്ടോ. ഇനി ഒരു അലോഹ ധാതുവിന് ഉദാഹരണം പറയുക. ഒരു അലോഹ ധാതുവിന് ഉദാഹരണം പറയുക. ഓപ്ഷൻ ഇരുമ്പ്, സ്വർണം, പെട്രോളിയം, ബോക്സൈറ്റ് എന്ന് തന്നേക്കണു. അതിൽ പെട്രോളിയമാണ് അലോഹ ധാതു. പെട്രോളിയം ഒരു അലോഹ ധാതുവാണ് എന്ന് മനസ്സിലാക്കിക്കോളോ. ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെയാണ്? ചെമ്പിന്റെയും അതുപോലെ തന്നെ സിങ്കിന്റെയും സങ്കരമാണ് എന്ത്? ബ്രാസ്. റോസ് മെറ്റൽ എന്താണ്? റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? ഏതാണ്? സോൾഡർ. ഏതാണ് റോസ് മെറ്റൽ എന്നറിയപ്പെടുന്നത്? സോൾഡർ ആണ്. ഇനി അടുത്തത് സ്റ്റീലിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയത് എന്താണ്? സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പും കാർബണുമാണ്. സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇരുമ്പും കാർബണുമാണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? എന്താണ്?
ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. ഗാൽവനൈസേഷൻ എന്ത് ഉപയോഗിക്കുന്നു? സിങ്ക്. ഇനി അടുത്തത് ലൂണാർ കാസ്റ്റിക്. എന്താണ്? ലൂണാർ കാസ്റ്റിക് എന്തിന്റെ അയിരാണ്? ലൂണാർ കാസ്റ്റിക് എന്തിന്റെ അയിരാണ്? വെള്ളിയുടെ അയിരാണ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ ഏതു പേരിൽ വിളിക്കുന്നു? അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ ഗാങ് എന്ന് വിളിക്കുന്നു. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ എന്ത് വിളിക്കുന്നു? ഗാങ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ഭാഗം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതും അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും, ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് മുമ്പ് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തതാണ് 30 ആ കാര്യങ്ങളിൽ അതൊക്കെ ഇതിൽ കുറെ ഉണ്ട്. പിന്നെ SCRT എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ടീച്ചർ ഇങ്ങനെയുള്ള കാര്യം ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. ഇനി കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ടീച്ചർ മറന്നിട്ടില്ല. 1-2 പേര് അതിന്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. അപ്പൊ ആയിക്കോട്ടെ, ടീച്ചർ അതും എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും കേട്ടോ.